അഭിനയിക്കാനായിട്ട് അത്ര കംഫർട്ടല്ല ഞാൻ. എനിക്കിഷ്ടമാണ് അഭിനയിക്കാൻ. എനിക്ക് എൻ്റെ ശരീരഘടനയെ പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വില്ലൻ വേഷം ചെയ്യാൻ കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ ഒരു പാവം ക്രൂരൻ എന്നൊക്കെ പറഞ്ഞ പോലെ നിഷ്കളങ്കനായ ഒരു വില്ലനായി പോകും. അതാണ് പ്രശ്നം. ഈ ആ പാട്ടൊന്ന് ആൽബം ഒന്ന് പാടി നോക്കി. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനീ നീലരാവിലെ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമയീ. അന്നൊരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ. സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനീ. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് അത് പാടി നടന്നു. ഇപ്പോഴും പാടുന്നുണ്ട്. ക്യാമ്പസുകളിലൊക്കെ ഒരു ഘട്ടത്തിൽ വലിയൊരു ഹരമായിരുന്നു. രഞ്ജിനിയോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹം തന്നെ വരുന്നു. ഹായ് രഞ്ജിനി. ഹായ് ഫ്രാങ്കോ. സുഖമല്ലേ? ഏതായാലും വളരെ സന്തോഷമുണ്ട്. രഞ്ജിനി എൻ്റെ 1999 ആദ്യമായിട്ട് സിനിമയിൽ ഞങ്ങൾ പാടിക്കുന്നത്. പക്ഷേ രഞ്ജിനി സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ എനിക്ക് നേരിട്ടറിയാം രഞ്ജിനിയെയും രഞ്ജിനിയുടെ കുടുംബത്തെയും. അതുകൊണ്ട് എൻ്റെ മകനും രഞ്ജിനിയൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ ഹൗസിൽ വെച്ച് കാണും. അപ്പോൾ രഞ്ജിനിയെ പറ്റി ഒരുപാട് വർത്തമാനങ്ങൾ അവരുടെ ടീച്ചർമാരും സഹപാഠികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു നല്ലൊരു ഗായികയാണ്. രഞ്ജിനിയെ പറ്റി ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും രഞ്ജിനി സൗത്ത് ഇന്ത്യയിലുള്ള ഒരുമാനപ്പെട്ട എല്ലാ വലിയ വലിയ സംഗീത സംവിധായകരുടെ കീഴിലും പാടിക്കഴിഞ്ഞു. ഇനിയും സൗത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലുമുള്ള സംഗീത സംവിധായകരുടെ കീഴിൽ ധാരാളം പാട്ടുകൾ പാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു പാട്ട് മൂപ്പർക്ക് വേണ്ടി പാടി കൊടുക്കണം പറഞ്ഞു. അത് പാടിയിട്ട് നമുക്ക് ഞാൻ ഇതിലേക്ക് വരാം. തീർച്ചയായിട്ടും. എൻ്റെ ആദ്യത്തെ പാട്ടാണ്. സിനിമയിൽ ആദ്യമായിട്ട് പാടിയിരിക്കുന്ന ബെനി ഇഗ്നേഷ്യസ് അങ്കിളാണ്. തീയം കാറ്റിൽ തെക്കൻ കാറ്റിൽ തീനുണ്ണും പക്ഷി ചെമ്മാണിക്യ പക്ഷി മുത്താരം കുന്നിന്നേലെ കൂട്ടിനുവായോ പാലരുവി നീന്താം പവിഴവയിലുണ്ണാം പാടം പൂത്താൽ നെല്ലോലയ്ക്കും പാൽ കുടമായി അച്ഛനൊരു കൊമ്പത്ത് അമ്മയോ വരമ്പത്ത് ആലില പൂന്തൊട്ടിൽ ആടുമോ നേരത്ത്. പാട്ടിന്റെ വൈറസ് തലക്കടിച്ചത് പാട്ട് ഈ പറഞ്ഞ പോലെ ചെറുപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ തുടങ്ങി എനിക്ക് ഈ പാട്ട്. അമ്മ പാട്ടുകാരിയാണ്, അച്ഛൻ ഫിലിമിലാണ്. അപ്പോൾ പാട്ട് എന്നും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരച്ചിൽ നിർത്തിയത് അമ്മ പാട്ടുകാരിയും അച്ഛൻ ഫിലിം നിർമ്മാതാവ്, പിന്നെ ചെന്നൈയുടെ അന്തരീക്ഷം, പിന്നെ അച്ഛൻ വലിയ പ്രണയവിവാഹം കഴിച്ചാണ്. വലിയ പ്രണയവിവാഹം അല്ല അവരുടെ വലിയ എന്താ പറയുക അന്തർ സംസ്ഥാന ബന്ധങ്ങളൊക്കെ പറഞ്ഞ പോലെ. അതെ, അവര് എല്ലാവർക്കും ആദ്യം കേൾക്കുമ്പോ തന്നെ ഇത് പ്രണയവിവാഹമാണെന്ന് തോന്നും. പക്ഷെ അല്ല. ആക്ച്വലി ആളുടെ അതായത് അമ്മയുടെ അനുജൻ ഡാഡിയുടെ ഫ്രണ്ടായിരുന്നു. അച്ഛൻ ജോസേട്ടൻ. എങ്ങനെ പറയാ? ജോസേട്ടൻ. അമ്മേരാണ് ജയലക്ഷ്മി. അയ്യങ്കാര. അതാണ് അയ്യര്. നല്ല കോമ്പിനേഷൻ ആയിട്ടാ. പ്രണയിക്കാതെ ഈ പറഞ്ഞ അയ്യരെയും മറ്റേ ജോസേട്ടനെ കൂടെ എങ്ങനെ? മമ്മിയുടെ അനുജൻ ഡാഡിയുടെ ഫ്രണ്ടായിരുന്നു. അവര് വൈസ്മൻ ക്ലബില് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ മമ്മിയും ഈ പറഞ്ഞ പോലെ വിവാഹം വേണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഡാഡി. അത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് വീട്ടിലേക്ക് മാമനാണ് ഈ പ്രപ്പോസൽ കൊണ്ടു ചെല്ലുന്നത്. പിന്നെ 2 ഗ്രാൻഡ് പേരൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ചാച്ചനാണെങ്കിലും ഇവിടെ അണ്ണാണെങ്കിലും. ഒരു സിനിമയിലെ തിരക്കഥയൊക്കെ ആയിപ്പോയല്ലേ ചെറുതായിട്ടൊരു സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഏത് സിനിമയിലാണെന്ന് ഞാനിപ്പോ ഓർക്കണില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയില് ഇതിന്റെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ. അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല കേട്ടോ അല്ലേ? രഞ്ജിനിയുടെ ജീവിത കഥകൾ പലതും സിനിമയിലെ തിരക്കഥകളായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതം വരട്ടെ. എന്നാ അവരാണെങ്കിൽ അവർ തന്നെ വരട്ടെ. ഹായ് രഞ്ജിനി.
2.5 വയസ്സ് മുതൽക്കേ നിനക്ക് ഈ പാട്ടിലുള്ള താല്പര്യം എനിക്കറിയാം. മമ്മി റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ വന്ന് നീ ആ സ്റ്റുഡിയോയിലിരുന്ന് പാട്ട് കേൾക്കണം, കൂടെ ഇരിക്കണം എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മങ്കമ്പ് ഗോപാലകൃഷ്ണൻ, കൃഷ്ണ തേജ അവരൊക്കെ ആയിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് ലിറിക്സ് റൈറ്റേഴ്സൊക്കെ. അന്ന് നീ വന്ന് അതിനകത്ത് ആ കൺസോളിൽ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് മങ്കമ്പ് ചേട്ടനാണ് ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിട്ട് നിന്നെ ആ കൺസോളിൽ ഒരു മൂലയ്ക്ക് ഇരുത്തും. നീ അവിടെ വന്ന് ഇരുന്ന് ഞാൻ പാടുന്ന മുഴുവൻ കേട്ടനങ്ങാതിരിക്കും. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ നീ ഒരു പാട്ടുകാരി ആയിരിക്കും. അപ്പോൾ അന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ആ പാട്ടുകളെ. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിച്ച് ഒരു പരിധിവരെയൊക്കെ നിന്നെ പഠിപ്പിച്ചു. പിന്നെ നീ ഇത്തിരി മടിച്ച് ആയതുകൊണ്ട് അത്രയധികം ഇരുന്നൊന്നും പഠിക്കാറില്ല. എന്നാലും ഐ എം സോ പ്രൗഡ് ദാറ്റ് യു കുഡ് കം അപ്പ് ടു ദിസ് ലെവൽ. ഐ എം വെരി ഹാപ്പി മോളെ. കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അല്ലേ? റിയലി ഫോട്ടോകോപ്പിയാ ഏറെ കുറെ അല്ലേ? ഓഫ് കോഴ്സ്. രഞ്ജിനി വയസ്സാകുന്നതിന് മുമ്പ് ഇങ്ങനെയാന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ആക്ച്വലി നല്ല റിസംബ്ലൻസ് ആൻഡ് ഫീച്ചേഴ്സ്. അമ്മയാണ് അപ്പം യഥാർത്ഥത്തിൽ പാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതെ, അമ്മനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു 4 വയസ്സ് മുതൽ അമ്മയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ കുറച്ച് കാലം ഞാൻ ബിന്നി ചേച്ചിയുടെ അടുത്ത് പഠിച്ചിരുന്നു, ചെന്നൈയിൽ, ബിന്നി കൃഷ്ണമാർ. പിന്നെ ഇവിടെ കുറച്ച് ദിവസം മാലിനി ഹരിഹരൻ മാമിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. അല്ലെങ്കിൽ ഒട്ടുമിക്ക മമ്മിയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. ചെന്നൈയിൽ ഇങ്ങോട്ട് മാറിയില്ലേ? അമ്മയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഡാഡിയും വന്നു. അങ്ങനെ അപ്പോൾ വന്ന സമയത്ത് 2 കൊല്ലം ഞാൻ പെരുമ്പാവൂർ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും രഞ്ജിനിക്ക് ആർജിക്കാൻ പറ്റി. നമുക്ക് രഞ്ജിനിയുടെ ഫാദറിനെ കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫ്രാങ്കോയിലേക്ക് പോകേണ്ട സമയമായി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കോറസ് പീറ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൊച്ചിൻ കോറസ് എന്ന് പറഞ്ഞാൽ ഒരു സംഗീത ട്രൂപ്പിലാണ് ഞാൻ അവളെ ആദ്യം കൊണ്ട് ചേർത്തത്. ഒരുപക്ഷെ ഇന്ന് അവൾക്ക് ഇത്രയും ധൈര്യമായിട്ട് സ്റ്റേജ് ഷോസും ഈ പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു ആത്മധൈര്യം കിട്ടിയത് അവിടെ നിന്നാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ അവൾ സംഗീത പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവളോട് പറയാറുണ്ട്, ആ രംഗവുമായിട്ട് അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ശരിക്കും മനസ്സിലാക്കി അവരുമായിട്ട് ഇടപഴകി ജീവിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉപദേശം അവൾ ചെവിക്കൊണ്ടതിൻ്റെ കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ അവൾക്ക് ഇന്ന് ഒരു സിനിമാ പിന്നണി ഗായിക എന്ന നിലയിൽ അവൾ ഇത്രയും പേരറിയുന്ന ഒരു പ്രശസ്തിയുള്ള ഒരു ഗായികയായിട്ട് മാറിയിട്ട് പോലും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇടപഴകൽ, മറ്റൊരുമായിട്ടുള്ള ആ സഹവാസം, അവരുമായിട്ടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ ഒരു പെരുമാറ്റ ചട്ടം എന്ന് പറയുന്നത് അവൾക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെരുമാറ്റമൊക്കെ ഉള്ള ആളാണെന്നാണ് ഇതൊക്കെ ശരിയെന്നെ ശരിക്കും പറ ഫ്രാങ്കോ. അതല്ല, തീർച്ചയായിട്ടും. എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റേജിൽ കംഫർട്ടബിളായിട്ട്, ഐ മീൻ എൻ്റെ ഒരു ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു സ്റ്റേജിൽ എൻ്റെ കൂടെ പാടുന്ന എൻ്റെ സിംഗറാണ് ശരിക്കും. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സിസ്റ്ററായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ റെസ്പെക്റ്റ് എനിക്ക് തിരിച്ചു തരാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓഫ് കോഴ്സ്. രഞ്ജിനെ ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങി അല്ലേ? എത്ര വർഷമായതുകൊണ്ട്? ഞങ്ങള് ഈ ഒരു 10 വർഷമായിട്ട് 15 വർഷമായി ഉറപ്പായും. ഈ 15 വർഷം കൊണ്ട് രഞ്ജനിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്താണ്? പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്നുള്ളതിനേക്കാളും രഞ്ജിനിയുടെ ഏറ്റവും സോളിഡായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് രഞ്ജിനിക്ക് അറിയാം. അത് ഒരു മിനിമം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വീക്കായിട്ടുള്ള ഏരിയയും രഞ്ജിനിക്ക് അറിയാം. ആ സോങ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ വളരെ ബുദ്ധിപൂർവം, അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അതുപോലെ മറ്റ് വേറെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് ഞാൻ കണ്ടിട്ടുള്ളത്, മറ്റ് സിംഗേഴ്സിൻ്റെ കൂടെ പ്രത്യേകിച്ച് സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സിംഗേഴ്സിലുള്ള പ്രോഗ്രാമുകളിൽ ഒരു മത്സരം അങ്ങനെ കാത്തു സൂക്ഷിക്കാറില്ല. ഒരു മത്സരത്തിൻ്റെ ഒരു ആവശ്യം പരമാവധി അങ്ങനെയുള്ള അവസരങ്ങൾ അവരുമായിട്ടൊരു കുശുമ്പ് കുനിഷ്ട് കുന്നായ്മ ഇമാരി പരിപാടിക്ക് പോകും. അങ്ങനെ ഒരു മത്സരം കണ്ടിട്ടില്ല, അനാവശ്യമായിട്ടുള്ള മത്സരം കണ്ടിട്ടില്ല. അതൊക്കെ എനിക്കൊരു വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ.